ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ. ഞാൻ വെളുപ്പിന് 4 മണിക്ക് തന്നെ ഉറക്കം എണീറ്റായിരുന്നു. തലേന്നേ ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിൻ്റെ അടുത്താണ്, അതായത് ആറ്റുകാലമ്മയുടെ തൊട്ടടുത്ത് ആയിട്ടാണ്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പം മോൾക്ക് താലപ്പൊലിയുണ്ട്. അപ്പം ഇത്തവണ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, എൻ്റെ പരിവാരങ്ങൾ ആരും വന്നിട്ടില്ല. ഇന്ന് ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് പൊങ്കാല. ഞാൻ ഇതുവരെയും ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ആക്ച്വലി ചേച്ചിയും കുഞ്ഞമ്മമാരും ഒക്കെ ഉണ്ട് വീട്ടിൽ. പക്ഷേ ഞാൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കല്ലു എന്തായാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇല്ലായിരുന്നു. എന്തായാലും ഞാനും അവളും കൂടിയൊക്കെ റെഡിയായി. ഒരു 6-6:30 ആയപ്പോൾ തന്നെ ഒരു ചെറിയ തട്ടമൊക്കെ റെഡിയാക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല സന്തോഷത്തിൽ കാവടിയും തുള്ളിയാണ് പോയേക്കുന്നത്. ഞങ്ങൾക്കറിയാം അവിടെ ചെന്നിട്ട് ഇടി കിട്ടാനാണെന്ന്. അപ്പം പോകുമ്പോൾ തന്നെ എല്ലാവരും കലങ്ങളും ഒക്കെ റെഡിയാക്കി, ഇനി പൊങ്കാല ഇട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, തലേ ദിവസം കലം വാങ്ങാൻ പോയിട്ട് എങ്ങും കിട്ടിയില്ല. അപ്പം ഇനി കലം വാങ്ങണം. അതുമല്ല പൂവും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് നടന്നു കലത്തിനും തലേ ദിവസം പൂവിനും. പക്ഷേ തലേ ദിവസം വാങ്ങിയവർക്കൊക്കെ, അതായത് വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഒരു മുഴം പൂവിന് എന്തോ 150 രൂപയായി, അത് ഇതെന്നൊക്കെ. ഞാൻ ചെന്നപ്പോൾ 70 രൂപയ്ക്ക് എനിക്ക് ആ ചേച്ചി പൂ തന്നു. പിന്നെ ഞാനും മോളും പൂവൊക്കെ വാങ്ങി വെച്ച് നേരെ അമ്പലത്തിലെത്തിയപ്പോൾ ഭയങ്കര ക്യൂ, ഒരു രക്ഷയില്ലാത്ത ക്യൂ. പിന്നെ കുറേ ബാക്കിൽ വന്നു. അമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെയൊക്കെ ഫ്രണ്ട് കഴിഞ്ഞ് ഒരുപാട് ബാക്കിൽ ചെന്നിട്ട് ഒരു ചേച്ചിയോട് ചോദിച്ചു, ഞങ്ങളും കൂടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു. ചേച്ചി തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഇവർ പൊങ്കാലയ്ക്ക് തന്നെയല്ലേ വന്നതെന്ന് വരെ ഞാൻ വിചാരിച്ചു. അവർ മാത്രമല്ല, അവരെ കുടുംബക്കാരും എന്നെ ചീത്ത വിളിച്ചു. പക്ഷെ ഞാൻ പിന്നെ ഒരു നാണവും ഇല്ലാണ്ട് അവരെ വായിരിക്കണേയും കേട്ടിട്ട് അതിൻ്റെ അടയ്ക്ക് തന്നെ നിന്നു. പിന്നെ എന്ത് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഓടി വന്ന് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കണം, കലം മേടിക്കണം. തിരിച്ച് വരുന്ന വഴിക്ക് ഇതെനിക്കങ്ങ് സ്ട്രൈക്കായിട്ടോ. കൊഞ്ചിറവിള ദേവിയുടെ തൊട്ടടുത്ത് ഇതുപോലൊരു വലിയ പന്തലും പടുക്കയും ദേവീനെയൊക്കെ ഒരുക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാ തവണയും ഉണ്ട്, പക്ഷേ ഇത്തവണ എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു എനിക്ക് തോന്നി. പിന്നെ നേരെ വന്ന് മോളെ വീട്ടിലാക്കിയിട്ട് പൊങ്കാല കലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോകേണ്ടി വന്നു. എനിക്ക് ദേവിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഓട്ടോ ചേട്ടനെയൊക്കെ തന്നു വിട്ടു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ഓട്ടോ എവിടെ നിന്ന് വന്നെന്ന് ഒരു പിടിയില്ല. അത്രയ്ക്ക് തിരക്കും. ഞാൻ ഒരുപാട് ദൂരം പോയിട്ടാണ് എനിക്ക് ആ കലം കിട്ടിയത് കേട്ടോ. എനിക്ക് ഓട്ടോ കിട്ടിയില്ലായിരുന്നെങ്കിൽ 1 കിലോമീറ്ററോളം നടന്ന് പൊങ്കാലയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ എത്തത്തുള്ളൂ. ആ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്തുള്ളത്. പിന്നെ നേരെ വന്ന പാടെ, അതായത് 9:30 അടുപ്പിച്ചായി. 9:45 നമുക്ക് നടയിൽ പണ്ടാരടപ്പ് കത്തിക്കും. പിന്നെ പെട്ടെന്ന് വന്ന് പടുക്കയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് തരാനോ എനിക്ക് ആരുമില്ല. എനിക്കിന്ന് എന്ത് പറയാനോ, ഒന്ന് വായി നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. ഒന്നിനും സമയമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യേണ്ടിയിരുന്നു. കുഞ്ഞമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പിള്ളേർ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ പിങ്കി ചേച്ചി, ഇതാണ് എൻ്റെ ചേട്ടത്തിയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഒരു സ്പെഷ്യലായിട്ടൊരാളും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ കാണണം ആ ചേച്ചിയെ. മുടങ്ങാതെ ഇപ്പം എന്തുകൊണ്ടോ എനിക്ക് പൊങ്കാലയിടാൻ വരാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ ആറ്റുകാലമ്മ എങ്ങനെയും എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്ന് എനിക്ക് ആ ഒരു സമയത്ത് സന്തോഷത്തോടു കൂടി വന്ന് പൊങ്കാലയിടാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല ഉത്സവം കണ്ണകി ദേവിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണകിയുടെ ഭർത്താവായ കോവലൻ അന്യായമായി കൊല്ലപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ദേവിക്കുണ്ടാകുന്ന ദുഃഖത്തിലും കോപത്തിലും കണ്ണകി മധുരാപുരി മുഴുവൻ നഗരം ശപിച്ച് നശിപ്പിച്ചെന്ന് വേണം പറയാൻ. അങ്ങനെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് കേരളത്തിലേക്ക് കിള്ളിയാർ നദിക്കരയിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം പറയുന്നത്. അങ്ങനെ പിന്നീട് ആറ്റുകാൽ ഭഗവതിയായി ആരാധിക്കപ്പെടാനും തുടങ്ങി. എന്ത് തന്നെയായിരുന്നാലും അമ്മയ്ക്ക് മുന്നിൽ ഒരു പൊങ്കാല ഇടാൻ കഴിയുന്നത് വളരെ മഹാഭാഗ്യമായിട്ട് അന്നും ഇന്നും എന്നും ഞാൻ കരുതുന്നുണ്ട്.
ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അടുത്ത വർഷവും ഇതേ സന്തോഷത്തിലും സമാധാനത്തിലും എനിക്ക് വന്ന് ദേവിയുടെ നടയിൽ പൊങ്കാല ഇടാൻ കഴിയണം. അത് തന്നെയാണ് എല്ലാ കൊല്ലവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്തവണയും അത് തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ പൊങ്കാല ചൂടും വെയിലും ഒന്നും അറിയുന്നില്ല കേട്ടോ. ദേവിയുടെ സഹായം മാത്രമല്ല, എൻ്റെ ഈ വീട്ടിൽ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ സഹായം കൊണ്ടും ഒരു വർഷവും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾക്ക് വന്ന് പൊങ്കാലയിട്ട് തിരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഫ്രണ്ടിലിറങ്ങി മുറ്റത്തിറങ്ങി പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്കിവിടെ വരുമ്പോൾ. അത്രയും സമാധാനം, സന്തോഷം. പിന്നെ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് പറയാനേ പറ്റത്തില്ല. 3 നേരം ഞങ്ങൾക്ക് ഫുഡ് തരും. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും അവിടെ വരുന്ന, അത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പൊങ്കാലയിടും. ഇവർക്ക് 3 നേരത്തെ ആഹാരം, ചായ, വെള്ളം എല്ലാം ചേച്ചി ഒരുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. ഇതെങ്ങും പോകണ്ട, അവിടെ തന്നെ ഉണ്ടാവും, വീട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നപ്പോഴത്തേക്കും തളിക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോറ്റി വന്ന് തളിച്ചിട്ട് നേരെ വീടെത്തി. ചേച്ചി ഇതാണ് എൻ്റെ ചേച്ചി, രേഖ ചേച്ചിയാണ്. ചേച്ചിയുടെ കാല് വയ്യ, അതുകൊണ്ട് ഇത്തവണ പൊങ്കാല ഇടാൻ പറ്റിയില്ല. എന്നും ചേച്ചിക്ക് ഇതുപോലെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി തരണം, ചേച്ചിക്ക് നല്ലതായി വരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ നേരെ തിരിച്ച്